അത് രണ്ടാം കർഷക പ്രക്ഷോഭമാണ്. അത് തടയാൻ ഹരിയാന പോലീസ് നടത്തിയ ആക്രമണങ്ങളിൽ ഇതുവരെ 100ഓളം കർഷകർക്കാണ് പരിക്കുപറ്റിയത്. കൈക്കും കാലിലും തലയ്ക്കുമെല്ലാം പരിക്കേറ്റ കർഷകരെ ശംഭു അതിർത്തിക്ക് സമീപത്തെ സർക്കാർ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. ആശുപത്രിയിൽ നിന്ന് അനൂപ് ദാസും വൈശാഖ് ജയപാലും തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്കാണ് ഇനി. ഹരിയാന പഞ്ചാബ് അതിർത്തിയിലെ പ്രധാനപ്പെട്ട ഒരു ചെറു പട്ടണമാണ് രാജ്പുര. രാജ്പുരയിലെ സിവിൽ ആശുപത്രി, സർക്കാർ ആശുപത്രിയിൽ ഏതാണ്ട് 90ഓളം കർഷകരാണ് പരിക്കേറ്റ് ചികിത്സയിൽ കഴിയുന്നത്. അവരുടെ ദൃശ്യങ്ങൾ നമുക്ക് കാണാം. ഇവരൊക്കെ അദ്ദേഹം കാലിനാണ് പരിക്കേറ്റത്. അദ്ദേഹത്തിന്റെ ക്യാ ഹോ ഗയാ ഭൈ? ਜਿਹੜੇ ਹੈਗੇ ਅਥਰੂ ਗੈਸ ਤੇ ਗੇੜੇ ਗੋਲੇ ਉਹ ਬੱਚਾ ਸੀਗਾ ਗੋਲਾ ਜੀ ਪਰਸੋਂ ਹਾਂਜੀ ਇੱਥੇ ਉਹਨੇ ਰੋਜ਼ പട്ടി കറാവണ ਉਹਨੇ. അദ്ദേഹത്തിന്റെ കാലിനാണ് പരിക്കെങ്കിൽ അദ്ദേഹത്തിന്റെ കൈക്കാണ് പരിക്കേറ്റത്. ഇവിടെ ആളുകൾക്ക് തലയ്ക്ക് പരിക്കേറ്റ ആളുകളുണ്ട്, കാലിന് പരിക്കേറ്റ ആളുകളുണ്ട്, മുഖത്തും അദ്ദേഹത്തിന്റെ കൈക്കാണ്. बम चल गया नीचे से, यहाँ से गोली का छर्रा लगा, जो वहाँ से उधर से गोली जा रहा, बम आ रहा. दो प्रदूषण वाला बम बहुत उसने छोड़ा है, जो दूसरा बम बहुत छोड़ा है. और जो खट्टर की नीति है वो आगे नहीं जाने देता. बोलता है आगे नहीं, इतनी फौज लगा देगा, आगे नहीं जाने देगा. और हमारा 5 बजे का फैसला है, जो मोदी सरकार हमको कानून लिख के देता है तो ठीक है, नहीं तो हम आगे दिल्ली जाएंगे. वो क्या है भैया? वो एंड के यहाँ से लगाएगा ना, जो तो उधर प्रदूषण आता है, यहाँ से मुंह बांधना पड़ता है, प्रदूषण बहुत आता है. यहाँ से हमारा संघ सारा खराब हो गया, इतना प्रदूषण आ रहा है. आपका नाम? हमारा नाम गुरप्रीत सिंह जी, जिला फिरोजपुर तो जी. ये सराई बच्चा जी. हाँ जी, हाँ जी. അദ്ദേഹത്തിന് കൈക്കാണ് പരിക്കേറ്റത്. ഇങ്ങനെ ഒരു ബെഡിൽ തന്നെ 4-5 ആളുകളുണ്ട്. ഇപ്പുറത്തതാ वो किसान आंदोलन का यहाँ वो आंसू गैस का गोला लग गया जी. कितना लोग हैं इधर? सारे किसानों साथी हैं. എല്ലാവരും കർഷകരാണ് പരിക്കേറ്റ് ഇവിടെ നിൽക്കുന്നതെന്നാണ് ഇവർ പറയുന്നത്. എന്തായാലും 90 ആളുകൾ ഇവിടെ പരിക്കേറ്റ് ചികിത്സയിലുണ്ട് എന്നാണ് ഔദ്യോഗികമായി നമുക്ക് ഇവിടെ അന്വേഷിച്ചപ്പോൾ അറിയാൻ കഴിഞ്ഞ കാര്യം. ആദ്യത്തെ 2 ദിവസം കാര്യമായ സംഘർഷം ഉണ്ടായെങ്കിലും അതിനുശേഷം ഇങ്ങോട്ട് ഒരു സംഘർഷ സ്ഥിതി ശംഭുവിലില്ല. ആളുകൾ, കർഷകർ ഹരിയാനയ്ക്ക് കടക്കാനുള്ള തയ്യാറെടുപ്പുകളോടെ നിൽക്കുന്നുണ്ട്, തടയാൻ പോലീസ് നിൽക്കുന്നുണ്ട്. എന്നാൽ സംഘർഷം ഇല്ല. അതുകൊണ്ട് തന്നെ കൂടുതൽ കർഷകർ പരിക്കേറ്റ് ഇവിടേക്ക് എത്തിയിട്ടില്ല. എങ്കിലും 90 ആളുകൾ പരിക്കേറ്റ് ചികിത്സയിലാണെന്നാണ് ഈ ആശുപത്രിയിൽ വന്ന് കണ്ട് മനസ്സിലാക്കുമ്പോൾ നമുക്ക് റിപ്പോർട്ട് ചെയ്യാൻ കഴിയുന്ന കാര്യം. രാജ്പുരയിൽ നിന്ന് വൈശാഖ് ജയപാലിനൊപ്പം അനൂപ് ദാസ്, മാതൃഭൂമി ന്യൂസ്.